ഇന്ന് നമുക്കൊരു കാജു കത്രി ഉണ്ടാക്കാം. അപ്പം ഞാനൊരു 25 ഇതുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് ഗ്യാസ് എണ്ണ കത്തിച്ച് വെച്ചേക്കും. അപ്പോൾ അത് നമുക്കൊരു ഇങ്ങോട്ടൊന്ന് ഈ പാത്രത്തിലോട്ട് നമുക്ക് തൂക്കണം. ഗ്യാസ് ഞാനെടുത്ത് പാൻ വെച്ച് ഞാൻ കത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇതിടാം. ഈ നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്നില്ലേ, ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. അത് ഇതൊന്ന് ഇങ്ങനെയൊന്നും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനതൊന്നിങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കും. തീ ഒരു സിമ്മിലായിട്ടേക്കുന്നു. നമുക്ക് അതിൻ്റെ കത്തിച്ചിരി ഒന്ന് കുറുകട്ടെ. എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇട്ടിച്ചിരി നെയ്യ് ഒഴിക്കും. ഞാനൊരു 4 സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. 1 2 ഞാൻ ആദ്യം 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് മധുരം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി കയറും. ഇങ്ങനെ നല്ലതായിട്ട് എടുക്കണം. അതിനകത്ത് നമുക്ക് ഇച്ചിരി നെയ്യോട് ഒഴിക്കാം. രണ്ടും കൂടെ പഞ്ചാര ഇട്ടപ്പോഴത്തേക്ക് നല്ല ഇതായി. അപ്പം നമുക്ക് 1 സ്പൂണ് നെയ്യ് ഇടാം. ഇത്രയും നെയ്യ് ഞാൻ ഇടുന്നുണ്ട്. ആ നെയ്യും കൂടെ ഒന്ന് കിടന്നൊന്ന് ഇളക്കാൻ നോക്കണം. നെയ്യ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു രുചിക്ക് വേണ്ടി അങ്ങ് ഇച്ചിരി നെയ്യ് ഒഴിച്ചു. അപ്പം നമ്മുടെ നെയ്യ് ഒഴിച്ച് നമ്മൾ അത്രയും നെയ്യ് ഒഴിക്കുന്നു. നമ്മുടെ നെയ്യെല്ലാം നമ്മൾ ഒഴിച്ചു. ഇത് നല്ലോണം ഒന്ന് ഇതാവണം. അപ്പോഴത്തേക്ക് ഒരു ചെറിയ പാത്രം എടുത്തിട്ട് ഒരു തളിക എടുത്തിട്ട് അതിനകത്ത് നമുക്കൊരു ഇച്ചിരി നെയ്യ് തൂത്ത് വെക്കാം. അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ അതിൻ്റെ ഇത്തരം ഒരു പാത്രം എടുത്ത് ഒരു ശകലം നെയ്യ് അതിനകത്തിട്ട് നമുക്കിതൊന്ന് തൂത്ത് വെക്കാം. എന്ന് വെച്ചാൽ അത് ഇതിനകത്ത് വേണം നമുക്ക് കോരി ഒഴിച്ചിങ്ങനെ തൂത്ത് വെക്കാം. ഞാൻ ശകലം നെയ്യ് എടുത്തിങ്ങനെ തൂത്തെല്ലാം വെച്ചു. ഇനി നമുക്ക് നമ്മുടെ കാജു കത്രി എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് നിരത്താം. അപ്പോൾ അടുപ്പിൽ നിന്ന് ഞാനിങ്ങനെ വേണ്ട നന്നായിട്ട് ഇതിങ്ങനെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തൊന്ന് നിരത്താം. അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് നിർത്തി. ഇത് നമുക്ക് നമ്മുടെ ആ പ്ലേറ്റിലോട്ടൊന്നും ഇട്ട് നമുക്കിതൊന്ന് നിരത്താം. ഇടുന്നേണ്ടേ ആ ഞാൻ ചേർത്ത നെയ്യ് അതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കാജു കത്രിയല്ല, നമുക്കിതൊന്ന് ഇത് വെച്ച് നമുക്കിതിൽ നിന്ന് പറ്റിയതും കൂടി ഇനി എടുക്കാം. നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഇതേണ്ട
ഇത് കണ്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പതിഞ്ഞു വരും. അപ്പം നമ്മളതങ്ങ് വാങ്ങിയെടുത്താണ്. ഇനി നമുക്കിതൊന്ന് ഇങ്ങോട്ടൊന്ന് ഒരു ഇത് ഞാനൊരു നെയ്യ് പുരട്ടി വെച്ചിരുന്ന ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമുക്കിതൊന്ന് നിരത്തി നല്ല അടിപൊളിയായിട്ട് വെക്കാം. ഇത് 25 ഉള്ളായിരുന്നു. ഞാൻ എണ്ണയായിട്ടത് 25 ഞാൻ ഒരു ശകലം ചൂടുവെള്ളത്തിലാണേലും നല്ലത്. ചൂടുവെള്ളത്തിലാകുമ്പോൾ ഒന്നുകൂടെ പൊലിക്കും. അല്ലേ തണുത്ത വെള്ളത്തിലായാലും മതി. ഞാൻ ഇച്ചിരി പച്ചവെള്ളത്തിലായിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിരുന്നിട്ടാണ് ഞാൻ ഇത് അരയ്ക്കാനെടുത്തത്. അപ്പം നമ്മുടെ കാജു കത്രി എല്ലാം ശരിയായി. ഇനി നമ്മൾ ഇത് ഒരു കുറച്ച് നേരം ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞാലേ ഇത് തണുക്കത്തുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ആ നെയ്യുടെ ഇതിഞ്ഞ് വേണ്ട കണ്ടിഞ്ഞ് ഊറ്റി വേണമെങ്കിൽ പാത്രത്തിലോട്ട് തന്നെ നമ്മുടെ ആ പാത്രത്തിലോട്ട് തന്നെ ഇനി എടുക്കാം. നമ്മൾ ആ വെക്കുന്ന ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണേ ഞാൻ ഒഴിച്ചുള്ളൂ, ഒത്തിരി ഒന്നും ഒഴിച്ചില്ല. എന്നിട്ട് നമ്മുടെ ഈ കാജു കത്രി ഇനിയും നമുക്കിത് തണുക്കുന്നിടം വരെ ഒന്ന് വെച്ചേക്കാം. അത് കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിക്കും. ഒരു 10 അരമണിക്കൂർ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ കാജു കത്രി നമ്മൾ ഇതിൻ്റെ എടുത്തെല്ലാം വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പം നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഇത് വീഡിയോയിൽ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് നിങ്ങളെ ഒന്ന് കാണിക്കും. നമ്മുടെ കാജു കത്രി ഞാനിപ്പം മൊത്തം കണ്ടിക്കുന്നില്ല. അതേണ്ട കണ്ടോ, നിങ്ങൾ കണ്ടെന്ന്. അപ്പം വേണ്ട നല്ല അടിപൊളിയാണ് കാജു കത്രി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറങ്ങാണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര വിലയാണെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരു വട്ടം നമുക്കെല്ലാ ആഹാരങ്ങളും ഒന്ന് രുചിച്ച് നോക്കണ്ട. ഇതൊന്ന് ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പം എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.